നമസ്കാരം, ജനീഷാണ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു പാരാമെഡിക്കൽ കോഴ്സുകളെ പറ്റി. നമ്മുടെ നാട്ടിൽ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. നമ്മുടെ ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് മെഡിക്കൽ കോഴ്സുകളാണ്. എന്തെങ്കിലും ബിഫാമോ അല്ലെങ്കിൽ DMLT BMLT അങ്ങനെ മെഡിക്കൽ പ്രൊഫഷണലുകളുമായിട്ടുള്ള കോഴ്സുകളാണ്. കാരണം ജോലി സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാവരും അത് പ്രിഫർ ചെയ്യുന്നത് അതാണ്. പിന്നെ ഒരുപാട് പെൺകുട്ടികൾ ഭർത്താവ് ഗൾഫിലുണ്ട്, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ DH എഴുതി കിട്ടും, ഒരു ജോലിക്ക് കയറാം എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ഒരുപാട് പേര് ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് അതുപോലെ വന്ന ഒരു കുട്ടിയുടെ കേസ് ബന്ധപ്പെട്ട ആയിരുന്നു ഞാൻ വീഡിയോ ചെയ്തത്. നമ്മളിങ്ങനെ ഒരു കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഏജൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി എന്താ പറയുക, ഇതിൻ്റെ ഒരു ഓഫീസ് നടത്തുന്ന ആളൊന്നല്ല. പക്ഷേ നമുക്ക് സുഹൃത്തുക്കൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു മാത്രം. കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവും, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു നല്ല തീരുമാനം എടുക്കാൻ സാധിക്കും. കാരണം ഒരുപാട് പരസ്യങ്ങളും പ്രലോഭനങ്ങളും നമ്മുടെ നാട്ടിലെ ഈ പാരാമെഡിക്കൽ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരുപാട് കോളേജുകൾ നടത്തുന്നുണ്ട്, മിക്ക ഹോസ്പിറ്റലിലും കോഴ്സുകളുണ്ട്. അപ്പോൾ ആ കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലേ? നമ്മളൊരു കാര്യം പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഇത് പഠിച്ചുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചിലരുണ്ടാവും വെറുതെ പഠിക്കുന്നത്, അല്ലെങ്കിൽ +2 കഴിഞ്ഞു ഇനി എന്തെങ്കിലും പഠിക്കണം എന്ന് കരുതി പോയി പഠിക്കും, അല്ലെങ്കിൽ നാട്ടിൽ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ലാബിലോ നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ കുറച്ച് കാലം മുമ്പ് വരെ, ഒരു 5 കൊല്ലം മുമ്പ് വരെയൊക്കെ ഇതൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളങ്ങനെ പഠിക്കുകയാണെങ്കിൽ നാട്ടിൽ പോലും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ജോലി ചെയ്താൽ തന്നെ നിങ്ങൾ ശരിക്കുള്ള ഒരു ഫാർമസിസ്റ്റിനോ ഒരു ലാബ് ടെക്നീഷ്യനോ തന്നെ നാട്ടിൽ പ്രൈവറ്റ് മേഖലയിൽ വേണ്ട ശമ്പളം ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ശരിക്കുള്ള കോഴ്സ് പഠിക്കാത്ത നിങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഒരുപാട് ലാബുകൾ ഇപ്പോൾ ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ ഒരു ആളെ വെച്ചിട്ട് ബാക്കിയെല്ലാം ഈ കോഴ്സുകൾ പഠിച്ച കുട്ടികളെ 3000 രൂപയ്ക്കും 4000 രൂപയ്ക്കും 5000 രൂപയ്ക്കും വെക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. അതുപോലെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫാർമസിസ്റ്റിനും ലാബ് ടെക്നീഷ്യനൊക്കെ മറ്റ് സർക്കാർ ജോലി കിട്ടുകയാണെങ്കിൽ തന്നെ കിട്ടുന്നവരെക്കാൾ ശമ്പളം ശരിക്കും കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നാട്ടിലൊരു സാഹചര്യം അല്ലെങ്കിൽ നാട്ടിലൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ നമുക്കറിയാം നാട്ടിലെ ഈവൻ PSC എഴുതണമെങ്കിൽ പോലും ഈ വക കോഴ്സുകൾ പഠിച്ച് നമ്മൾ നാട്ടിലെ അംഗീകാരമുള്ള കോളേജുകളായിരിക്കണം. നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കോളേജുകൾ, നമ്മുടെ കേരളത്തിലെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഉണ്ട് തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള, അതിൻ്റെ അംഗീകാരമുള്ള കോളേജുകളിൽ പഠിച്ചാലേ നമുക്കിത് കിട്ടുള്ളൂ. ഇപ്പോൾ മുമ്പൊക്കെ നമ്മൾ ബിഫാമോ അല്ലെങ്കിൽ BSc നേഴ്സിംഗ് ഒക്കെ കോയമ്പത്തൂർ അല്ലെങ്കിൽ കർണാടകയിലൊക്കെ പോയി പഠിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ഫാർമസി കൗൺസിലോ മെഡിക്കൽ കൗൺസിലോ നഴ്സിംഗ് കൗൺസിലൊക്കെ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ശേഷമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ശരിക്കുള്ള കോഴ്സുകൾക്ക് തന്നെ അത്രയും സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളിങ്ങനത്തെ തരികിട കോഴ്സുകൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ അന്ന് ചെയ്ത വീഡിയോൻ്റെ കുറച്ച് കമൻറ്റ് നമുക്ക് നോക്കാം. അതിലൊരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ്, ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, DMLT പഠിക്കണം, എന്ത് പഠിച്ചാലാണ് ജോലി കിട്ടുക എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ അംഗീകാരമുള്ള കോളേജുകളുണ്ടോ? അങ്ങനെ ഇൻ്റർനാഷണൽ അംഗീകാരമുള്ള കോളേജ് എന്നുകൊണ്ടൊരു കോളേജില്ല, മനസ്സിലായില്ലേ? നമ്മൾ നാട്ടിൽ പഠിക്കുന്ന, നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് അംഗീകരിച്ച, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അതാത് പാരാമെഡിക്കൽ കൗൺസിൽ, ഇപ്പോൾ ഫാർമസി ആയിക്കോട്ടെ, ഇപ്പോൾ നഴ്സിംഗ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ ആയിക്കോട്ടെ, അവർ അംഗീകരിച്ച കോളേജുകളിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. അവിടെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ സർട്ടിഫിക്കറ്റും കൊണ്ട് ഗുഡ് സ്റ്റാൻഡിങ് കിട്ടി നമുക്ക് ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ഓരോ രാജ്യത്ത്, ഇപ്പോൾ ദുബായിലായാലും അബുദാബി, ഇപ്പോൾ നമ്മുടെ ഗൾഫിൽ UAE-യിലായാലും സൗദിയിലായാലും ഖത്തറിലായാലും ഒക്കെ പ്രോമെട്രിക് എഴുതണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ BSSൻ്റെ കോഴ്സ് പഠിച്ചാലോ അല്ലെങ്കിൽ NCVRTയുടെ പഠിച്ചാലോ അങ്ങനത്തെ കോഴ്സൊന്നും പഠിച്ചാൽ അവർക്ക് ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല എന്നല്ല, ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. പിന്നെ കുറച്ച് കുട്ടികൾ ചോദിച്ചൊരു കാര്യമായിരുന്നു, നമുക്ക് പാരാമെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ഉണ്ടെന്ന്. അങ്ങനൊരു സംഭവം നമ്മൾ സൈറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടുന്നല്ലാതെ അത് അങ്ങനൊരു എന്തൊരു തരികിട പരിപാടിയാണ് അതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പാരാമെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ള സംഭവം ഇന്ത്യയിൽ ഈ ദിവസം വരെ ഒഫീഷ്യലി വന്നിട്ടില്ല. കാരണം ഓൾ ഇന്ത്യ, അതായത് നമ്മളിപ്പോൾ എന്താ പറയുന്നത്, നാഷണൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴും രജിസ്റ്റർ ചെയ്യുന്നത് അതായത് സ്റ്റേറ്റിലാണ്, അല്ലേ? ഇപ്പോൾ കേരളത്തിൽ പഠിച്ചാൽ കേരളത്തിൽ, അങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള രജിസ്ട്രേഷൻ വരാത്തിടത്തോളം പിന്നെ അതിലെന്ത് പ്രസക്തിയാണോ? അത് ഏതോ ഒരു ടീം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ സർട്ടിഫിക്കറ്റുകൾ ഈ തരികിട കോളേജുകൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാനത് മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് കുട്ടികളും അങ്ങനെയാണ് നമുക്ക് മെസ്സേജ് അയച്ചതും കമൻറ്റ് ചെയ്തതൊക്കെ.
അതുപോലെ BSS കോഴ്സ് ചെയ്ത് പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ടെക്നോളജി കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിൽ എബ്രോഡ് പോകാനാണ്. പിന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റിയുടെ പേരൊക്കെ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇതിലാണെങ്കിൽ തന്നെ NSDC സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതാണോ? NSDC സർട്ടിഫിക്കറ്റൊക്കെ NCVRT പോലത്തെ ഓരോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരിൽ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ ട്രേഡ് കോഴ്സാണ് അവർ നടത്താൻ അവർക്ക് ശരിക്കുള്ളത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമുക്ക് മെഡിക്കൽ കോഴ്സുകൾക്കാണ് ഈ ഒരു പ്രോബ്ലം മെയിനായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഈ കൗൺസിൽ രജിസ്റ്റർ ചെയ്യണം, നമുക്ക് ഡാറ്റ ഫ്ലോ ചെയ്യണം. അതാത് കൺട്രികളിൽ പോകുമ്പോൾ, ഏത് കൺട്രി പോയാലും, നിങ്ങൾ അമേരിക്കയിൽ പോവുകയാണെങ്കിലും നമുക്ക് അതാത് സ്ഥലത്ത് രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി അല്ലെങ്കിൽ അവിടെ പരീക്ഷ എഴുതി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വെൽഡിങ് പഠിച്ച ആൾക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാർപ്പൻട്രി ജോബിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വെഹിക്കിൾ മെക്കാനിക്ക് അല്ലെങ്കിൽ ലിഫ്റ്റ് ടെക്നീഷ്യൻ അങ്ങനത്തെ കോഴ്സുകൾക്ക് ഒന്നും ഇപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഹോട്ടൽ മാനേജ്മെൻറ്റ് ഞാൻ പഠിച്ച് BSS എന്ന്, ഞാൻ എന്നിട്ട് ജോലി ചെയ്യേണ്ടത്, എനിക്ക് വല്ല പ്രശ്നം വരുമോ? അതൊന്നും ഇപ്പോൾ അതിനൊന്നും ഒരു എക്സാം ഇല്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ദുബായ് വന്നു കഴിഞ്ഞാൽ നീ ഇത് പഠിച്ചാലേ, ഈ എക്സാം എഴുതി ജയിച്ചാലേ നിനക്ക് ഇവിടെ ജോലി കിട്ടുള്ളൂ എന്നില്ല. അത് അവരുടെ എക്സ്പീരിയൻസ് വെച്ച് പിന്നെ അതിൻ്റേതായ കോഴ്സ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു ആഡ് അഡ്വാൻറ്റേജ് ആണെന്നല്ലാതെ അതിൽ കൂടുതൽ അവർക്ക് അതിനൊരു ഗുണം കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അവർക്കത് വലിയ പ്രശ്നമില്ല എന്ന് തന്നെ പറയാം. അങ്ങനത്തെ കോഴ്സ്, ട്രേഡ് കോഴ്സ് പഠിക്കാനാണ് മെയിനായിട്ട് ഈ ഒരു BSSൻ്റെയൊക്കെ കോഴ്സുകൾ വരുന്നത്. MOH എഴുതാൻ +2 സയൻസ് ആവശ്യമാണോ? BSS സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. MOH എഴുതാൻ +2 സയൻസ് പഠിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു മെഡിക്കൽ കോഴ്സ് പഠിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ പ്രസക്തിയില്ല. അപ്പോൾ നോക്കി നോക്കും, മെഡിക്കൽ കോഴ്സ് പഠിച്ചിരിക്കുകയാണ് ആ കുട്ടി +2 ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിക്കൂടെ ആ ആൾക്ക് എങ്ങനെയാണ് പിന്നെ ഫാർമസി കൗൺസിലോ അല്ലെങ്കിൽ DMLT-ലൊക്കെ പാരാമെഡിക്കൽ കൗൺസിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. കാരണം അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. +2 ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്ക് എങ്ങനെ ഇത് പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാൻ പറ്റും പിന്നീട്? അതുപോലെ തന്നെ ഞാനിപ്പോൾ ഡിപ്ലോമ ഇൻ റേഡിയോളജി പഠിച്ചതാണ്, BSSൻ്റെ സർട്ടിഫിക്കറ്റാണ്. എനിക്ക് ലാറ്ററൽ എൻട്രി ആയി 2 ഇയേഴ്സിൻ്റെ ഡിഗ്രി പുറത്തെ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ പറ്റും. അത് എടുത്താൽ ഗ്രാജുവേറ്റ് ചെയ്ത് BSc സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പോലെ ആവുമോ എന്ന്. അതൊക്കെ വെറും തട്ടിപ്പാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ BSSൻ്റെ കോഴ്സ് പഠിച്ചു, അപ്പോൾ ഈ പുറത്തുള്ള ഏതെങ്കിലും തരികിട യൂണിവേഴ്സിറ്റി നിങ്ങളോട് പറയുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏജൻറ്റ് പറയുകയാണ്, നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രിയിൽ അവിടെ പോയിട്ട് ഇനി BSc പഠിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ ചെയ്യാമെന്ന്. പക്ഷേ നിങ്ങൾ ലാറ്ററൽ എൻട്രി BSc പഠിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഡിപ്ലോമയും ഡിഗ്രിയും പഠിച്ച ആളാണ്, DPharm BPharm പഠിച്ച ആളാണ്. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് DPharm സർട്ടിഫിക്കറ്റും BPharm സർട്ടിഫിക്കറ്റും കൊടുത്താണ് ഞാൻ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഈ DPharm എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമ എന്ന് പറയുന്നത് എന്താണ്? BSSൻ്റെ ഡിപ്ലോമയാണ്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഈ കുട്ടി പറയുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വാല്യൂ ഇല്ലാത്തതായിരിക്കും, എന്നാലും ഇപ്പോൾ അത് വാല്യൂ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ അത് മാച്ച് ആവില്ലല്ലോ, ഒരിക്കലും മാച്ച് ആവില്ല. അപ്പോൾ അതിൽ പ്രസക്തിയില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ എപ്പോഴും ഈ പഠിക്കുന്ന കോഴ്സ് ഇപ്പോൾ പുറത്തൊരു യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ UP-യിലെ അലിഗഡ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇവിടെ കോളേജ് ഉണ്ട്, പക്ഷേ വയനാടാണ് കോളേജ് എന്നൊക്കെ പണ്ടൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ UP-യിലെ കോളേജ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് കോളേജ് ആയിരിക്കും. ആ ഓട്ടോണോമസ് കോളേജിന് യൂണിവേഴ്സിറ്റി UGC അംഗീകാരമൊക്കെ ഉണ്ടാവും അവരുടെ. പക്ഷേ UGC അംഗീകാരം എന്ന് പറയുന്നത് ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനാണത്, മനസ്സിലായില്ല? അതാണ് ഒരു ഓട്ടോണോമസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അതാണ്. അവർക്കൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അവർക്ക് വേറൊരു സ്റ്റേറ്റിൽ പോയിട്ട് യൂണിവേഴ്സിറ്റി നടത്താനോ കോളേജ് നടത്താനോ ഉള്ള അംഗീകാരമില്ല. വേറെ എല്ലാ കോളേജുകളും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ശരിയായ നടപടിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ അമൃത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് അമൃതയുടെ ക്യാമ്പസിലാണ് അമൃത യൂണിവേഴ്സിറ്റി നടക്കുന്നത്. അല്ലാതെ അമൃത യൂണിവേഴ്സിറ്റി നിങ്ങൾ വേറെ വല്ല കോളേജിൽ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കോളേജിൽ അമൃത യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് നടത്തുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് UGC മാനദണ്ഡങ്ങൾക്കും എതിരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ പറയുന്നത് വെറുതെ നമ്മളെ തീരുമാനമാക്കാനുള്ള പരിപാടിയാണെന്നേ പറയാൻ പറ്റൂ. ഇപ്പോൾ BVOC MLT ഗ്ലോക്കൽ യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ട്. എബ്രോഡ് പോകാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പറ്റും. BVOC MLT ഗ്ലോക്കൽ യൂണിവേഴ്സിറ്റി. എന്താണ് ഈ ഗ്ലോക്കൽ യൂണിവേഴ്സിറ്റി? ഞാൻ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഞാൻ കേട്ടിട്ടില്ല. ഗ്ലോക്കൽ യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡ് ആണ്, പക്ഷേ അത് എബ്രോഡ് പോകാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾ അവിടെ പോയി പഠിക്കാനാണോ, അതോ നിങ്ങൾ നാട്ടിലെ കോളേജ് വഴി അവിടുത്തെ യൂണിവേഴ്സിറ്റി പഠിക്കാനാണോ? അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പഠിച്ചാലൊന്നും അതിനൊന്നും അംഗീകാരം ഉണ്ടാവില്ല. എന്തെങ്കിലും തരികട ചെയ്തിട്ട് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ കയറി പോയിട്ടുണ്ടാവാമെന്നല്ലാതെ ഒഫീഷ്യലി പറ്റില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
സ്റ്റിൽ വർക്കിംഗ് ആണ്. പോയിട്ട് ഇൻ്റർവ്യൂവിന് മുന്നേ റിജക്റ്റ് ചെയ്യുന്നു. സ്റ്റിൽ വർക്കിംഗ് ആണ്. എനിക്ക് വാലിഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുമോ? ഒരു കുട്ടി പഠിച്ചിട്ട് ആ കുട്ടിക്ക് ഇപ്പോൾ എവിടെയും പോകാൻ പറ്റില്ല. കാരണം എവിടെ പോകുമ്പോഴും ഡാറ്റ ഫ്ലോ ഒന്നും ചെയ്യാകുമ്പോൾ ഒക്കെ റിജക്റ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. A&M നേഴ്സിങ്ങിനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ ഇടാമോ? ടാറ്റ മുംബൈ അണ്ടർ കോഴ്സസ് വാല്യൂ ഉണ്ടോ? ടാറ്റ മുംബൈ എന്നുള്ള പേരിൽ എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ ആരെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടാവും, മനസ്സിലായില്ലേ? അതും ഈ പറഞ്ഞ പോലെ പാരാമെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റുന്ന കോഴ്സ് ആയിരിക്കണം എന്നില്ല. കുറേ നാളെ ജോലി ചെയ്യുന്നു. ഗവൺമെൻറ് എന്നാണ് സർട്ടിഫിക്കറ്റിലുള്ളത്. INC സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു കുട്ടി ചോദിച്ചിരിക്കുകയാണ്, ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് കഴിഞ്ഞതാണ്, പ്രൈവറ്റായി കുറേ നാൾ ജോലി ചെയ്തു, PPMA ഗവൺമെൻറ് അപ്രൂവ്ഡ് എന്നാണ് സർട്ടിഫിക്കറ്റിലുള്ളത്. ഇനി INC സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല, മനസ്സിലായില്ലേ? നമുക്ക് നിങ്ങൾക്ക് നാട്ടിൽ ജോലി ചെയ്യാൻ ഇത്ര കാലം പറ്റി. കാരണം ഇപ്പോൾ നാട്ടിലെ ഒരുപാട് കോളേജുകൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റലുകൾ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് കോഴ്സ് നടത്തുന്നുണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം ഇപ്പോൾ എന്തായാലും. അപ്പോൾ ആ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് കോഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങളുടെ അമല ആയാലും അല്ലെങ്കിൽ തൃശ്ശൂർ ജൂബിലി മിഷൻ ആയാലും ഒക്കെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കോഴ്സ് ശരിക്ക് നേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും എടുത്തു കൊടുക്കുക, പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു കോഴ്സാണ്. ആ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് പുറത്ത് വന്ന് വല്ല DH എഴുതാനോ MOH എഴുതാനോ ഒന്നും പറ്റില്ല. അങ്ങനെ പഠിച്ച കുട്ടികൾ ഒരുപാട് പേര് ദുബായിൽ ജോലി ചെയ്യുന്നുണ്ടാവും. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്കൊരു അറ്റൻഡർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു ഹെൽപ്പർ എന്നുള്ള രീതിയിലോ നമുക്ക് ജോലി ചെയ്യാം. അങ്ങനെ ആയിരിക്കും അവർ ജോലി ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് നാട്ടിലെ ഹോസ്പിറ്റലിൽ ഞാൻ പഠിച്ചു, കേരള ഗവൺമെൻറ് അംഗീകാരം ഉണ്ടെന്ന് കരുതി ആ ആൾക്ക് ദുബായി വന്ന് MOH എഴുതാനോ ഖത്തറിൽ പോയിട്ട് MOH എഴുതാനോ ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് പക്ഷേ PSCയിൽ ചിലപ്പോൾ എഴുതാൻ പറ്റും, ഇങ്ങനെ അംഗീകാരമുള്ള കോളേജിൽ പഠിച്ചതാണെങ്കിൽ. ഈവൻ ഇതുപോലും BSSൻ്റെയോ മറ്റേ തരികിട കോളേജിൽ പഠിച്ചതാണെങ്കിൽ പറ്റില്ല. പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള ഹോസ്പിറ്റലുകളിൽ പഠിച്ചിട്ടുള്ള നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ PSCക്കുള്ള ഒരു ഇതുണ്ട്. പക്ഷേ അതൊക്കെ താൽക്കാലിക നിയമനമാണെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് കൂടുതലും. അപ്പോൾ അങ്ങനെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റ് PSCയിലുണ്ട്. അല്ലാതെ പുറത്തൊക്കെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൾക്ക് അങ്ങനെ ഒരു കോഴ്സ് പഠിക്കണം എന്നുള്ളത് എൻ്റെ അറിവിലില്ല. പിന്നെ ഇപ്പോൾ നമുക്കറിയാം നേഴ്സിന് പോലും ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ സാലറി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ പേര് നേഴ്സായിട്ട് ഇവിടെ വരുന്നുണ്ട്. നേഴ്സിനല്ല, DMLT ഒക്കെ പഠിച്ച് വന്ന് 2-3 വിസ എടുത്ത് ജോലി കിട്ടാതെ പോയ ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു വാല്യൂ ഇല്ലാത്ത കോഴ്സ് പഠിച്ച് വരുന്ന ആളുടെ അവസ്ഥ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. UGC അപ്രൂവ്ഡ് എന്ന് പറയുന്ന ഡിഗ്രി കോഴ്സസ് 3 കൊല്ലത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നല്ലതാണോ? UGC രജിസ്റ്റേർഡ് ആണ് എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സാധാ ഡിഗ്രി പോലെയാണ്. ആ കോഴ്സ് ഒന്നും പഠിച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ വന്ന് എക്സാം എഴുതേണ്ട കാര്യമില്ല. ഹോസ്പിറ്റലിൽ ഒരു ജോലി കിട്ടാൻ നിങ്ങൾക്ക് അത് പഠിച്ച് നാട്ടിൽ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും അറിയാം, നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് എവിടെയെങ്കിലും കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സാധാ കോഴ്സാണ്, അതിനൊന്നും എക്സാം ഇല്ല. അപ്പോൾ അങ്ങനത്തെ കോഴ്സുകൾക്ക് ഈ പ്രശ്നം വലുതായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പാരാമെഡിക്കൽ കോഴ്സ്, DMLT, നേരിട്ട് പേഷ്യൻറ്റിനുമായി ഇടപഴകുന്ന അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്ന കോഴ്സുകൾക്കാണ് ഈ ലൈസൻസിങ് പ്രൊസീജിയറൊക്കെ ഉള്ളത്. അല്ലാത്ത കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നം വരുന്നില്ല. അവർക്ക് ഇങ്ങനത്തെ അഡ്മിനിസ്ട്രേഷൻ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ മെഡിക്കൽ കോഡിങ്ങിൽ ഒരു ജോലി ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. NCVRT സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ കഴിഞ്ഞതാണ്, 3 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ അബ്രോഡ് വർക്ക് ചെയ്യാൻ? ഒരു സൊല്യൂഷനും എൻ്റെ അറിവിലില്ല. നമുക്ക് പിന്നെ ആരെങ്കിലും വഴി ഇവിടെ എന്തെങ്കിലും അസിസ്റ്റൻ്റായിട്ടോ അങ്ങനെയൊക്കെ കയറാൻ പറ്റുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് BSSC കഴിഞ്ഞതാണ്, വാല്യൂ ഉണ്ടോ? അത് നമ്മൾ അപ്പോൾ പറഞ്ഞത്. പുള്ളി അതിനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, കാരണം അതൊക്കെ നമുക്ക് നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് കയറി പോകാവുന്നേ ഉള്ളൂ. ആരും പറയുന്നത് വിശ്വസിക്കും. പിന്നെ BSS സൈറ്റ് നിരോധിച്ചുകൂടെ എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. BSS എന്ന് പറയുന്നത് ഒരു ട്രേഡ് കോഴ്സാണ്, നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ട്രേഡ് അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു കൈപ്പണി പഠിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ഒരു പണി പഠിക്കുക. അല്ലാണ്ട് അത് വെച്ചിട്ട് അതാ പറഞ്ഞത്. BSS എന്ന് പറയുന്നത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കാർപ്പൻട്രി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു, അതായത് നമ്മൾ ആരും പഠിക്കാൻ പോകാത്ത കാലത്ത് അല്ലെങ്കിൽ പഠിപ്പില്ലാത്ത കാലത്ത് നമുക്കൊക്കെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു കൈത്തൊഴിൽ അറിയണമെന്ന് പറയില്ലേ, ആ കാലഘട്ടത്തിൽ തുടങ്ങിയ സംഭവമാണ് ഈ BSS. ഇപ്പോഴും അത് അവർ തുടർന്ന് പോകുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആ അംഗീകാരം ഉണ്ട് എന്നുള്ളതല്ലാതെ അത് ഗവൺമെൻറ് കൊടുത്ത ആ ഒരു കാറ്റഗറി ദുരുപയോഗം ചെയ്യുന്ന ഈ കോളേജുകളും അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഈ മെഡിക്കൽ കോഴ്സൊക്കെ നടത്തി ആണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഇത് കൺട്രോൾ ചെയ്യാൻ ശരിക്കും ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ് ഇത്. ശരിക്ക് പാർലമെൻറ്റ് തലത്തിൽ തന്നെ ഇത് പറഞ്ഞ് ഇത്തരം കോളേജുകൾ നിരോധിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനോ നോക്കണം. പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി ഒരാളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യയിൽ ഇപ്പോഴും
ഇങ്ങനത്തെ പഠിച്ച കുട്ടികളെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ കുട്ടികളെയാണ് ഫാർമസികളിൽ ഹോസ്പിറ്റലിലായാലും അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലായാലൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പഠിക്കാത്ത ഇങ്ങനത്തെ ഒന്നും പഠിക്കാത്ത ആൾക്കാരാണ് ഒരുപാട് മെഡിക്കൽ ഷോപ്പിലൊക്കെ നിൽക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ലാബിലൊക്കെ നിൽക്കുന്നതെങ്കിലും ഇത് പഠിച്ചവരെ നിർത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഇഷ്ടം പോലെ വേണ്ടതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതിന് വലിയ ഇത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് കൊണ്ട് ഉപകാരമുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചേരാൻ പോകുമ്പോൾ നിങ്ങൾ ചേരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അപ്പോഴത്തെ കാര്യമായിരിക്കും നോക്കുന്നുണ്ടാവുക. വെറുതെ 2 കൊല്ലത്തെ കോഴ്സ് പഠിക്കാം, മെഡിക്കൽ കോഴ്സ് പഠിക്കാം, പുറത്തേക്ക് പോകാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ പിന്നെ നിങ്ങളൊരു കല്യാണം കഴിച്ചു, നിങ്ങളുടെ ഭർത്താവ് ചിലപ്പോൾ ഗൾഫിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ളൊരു ആഗ്രഹം വരാം. ആ സമയത്താണ് ഇതിൻ്റെ വാല്യൂ ഒക്കെ നോക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഞാൻ ഇത്രയും പൈസ ചിലവാക്കി ഇത്രയും ബുദ്ധിമുട്ടി പഠിച്ചതിന് ഒരു വിലയില്ലല്ലോ എന്ന് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചേരുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം. ചേർന്ന ശേഷം അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ശേഷം അയ്യോ ഞാൻ ഇതായല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 2006 BSSൻ്റെ കോഴ്സ് കഴിഞ്ഞാണ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്ത് ചെയ്യാം, എന്തെങ്കിലും എക്സാം എഴുതിയാൽ പറ്റുമോ എന്ന്. 2006 എന്ന് പറയുമ്പോൾ എവിടെ കിടക്കണം, 18 വർഷം കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം കാരണം അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. കോഴ്സ് ചേരുന്നതിന് മുമ്പ് ഒരുപാട് ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും നമ്മൾ അതാത് സ്ഥലത്ത് പോയി നേരിട്ട് പോയി അന്വേഷിച്ച് അംഗീകാരമുണ്ടോ, ഇത് പഠിച്ചുകൊണ്ട് എനിക്ക് PSC എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഗൾഫിൽ പോകാൻ പറ്റും. പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ അറ്റസ്റ്റേഷൻ കിട്ടും. പിന്നെ ദുബായ്ക്ക് അറ്റസ്റ്റേഷൻ കിട്ടുന്നത്. അറ്റസ്റ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു കാര്യമുള്ള കാര്യമല്ല. നമ്മൾ എന്ത് ഡോക്യുമെൻ്റ് കൊടുത്താലും അതിൻ്റെ ഒറിജിനൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് അറ്റസ്റ്റ് ചെയ്ത് തരും. മനസ്സിലായില്ല? അല്ലാണ്ട് അതിൻ്റെ ജെന്യൂനിറ്റി, ഒറിജിനലിനെ വെച്ചുള്ള ജെന്യൂനിറ്റി അവർ നോക്കുന്നുള്ളൂ. അല്ലാതെ അവരത് നിങ്ങളുടെ പഠിപ്പിനെ അംഗീകരിച്ചിട്ടുള്ള അറ്റസ്റ്റേഷൻ ആയിട്ടല്ല അത് കണക്കാക്കേണ്ടത്. മനസ്സിലായില്ല? അതുകൊണ്ടാണല്ലോ അവർ ഡാറ്റ ഫ്ലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൊസീജിയർ എല്ലാം MOH ഒക്കെ വെച്ചിരിക്കുന്നത്. അല്ലാതെ MOH അറ്റസ്റ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേഴ്സാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം എന്നുള്ള പറയുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അറ്റസ്റ്റേഷൻ കിട്ടുമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഘടകമല്ല. നമുക്ക് ഇതിൻ്റെ നേഴ്സിംഗ് കൗൺസിലിൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കൗൺസിലിൽ അല്ലെങ്കിൽ ഫാർമസി കൗൺസിലിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ, നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ, നമുക്ക് നല്ല ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലേ നമുക്ക് ഡാറ്റ ഫ്ലോ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്ന് മാത്രമേ ഒരു മെഡിക്കൽ കോഴ്സ് നമുക്ക് പ്രോമെട്രിക് പരീക്ഷ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അത് പാസ് ആയി നമുക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ. അത് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ നേഴ്സിംഗ് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് പഠിക്കുന്നുണ്ട്. പിന്നെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കെയർ ഗിവേഴ്സിനെ നമുക്ക് വേണം. അല്ലെങ്കിൽ ലോകത്ത് എല്ലാ ഭാഗത്തും പേഴ്സണൽ കെയർ കൊടുക്കുന്ന, ഓൾഡ് ഏജ് കെയർ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിന് കെയർ കൊടുക്കുന്ന ഒരുപാട് പേരെ പേഷ്യൻറ്റിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ആൾക്കാർ വേണം. അതിന് 6 മാസത്തെ കോഴ്സ് ഉണ്ട്, 3 മാസത്തെ കോഴ്സ് ഉണ്ട്. അത് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് ആ ഒരു 3 മാസത്തെ 6 മാസത്തെ കോഴ്സ് പഠിച്ച് ജയിച്ച് കഴിഞ്ഞാൽ പറ്റും. അപ്പോൾ അങ്ങനത്തെ കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയക്ക് വേണ്ടി പോലും കേരളത്തിൽ അങ്ങനത്തെ കോഴ്സ് കൊച്ചിയിൽ നടക്കുന്നുണ്ട്. IDPയുടെ കോഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ എന്ത് ഡിഗ്രി പഠിച്ച് ഡിപ്ലോമ പഠിച്ചാലോ അല്ലെങ്കിൽ +2 പഠിച്ചാലൊക്കെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ നോക്കുമ്പോൾ അതങ്ങനത്തെ ഇതില്ല. നേഴ്സിങ്ങിന് ആളില്ലാത്തതുകൊണ്ടും BSc നേഴ്സോ അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞ ആളൊന്നും ഇങ്ങനത്തെ ജോലിയിലേക്ക് പോകാത്തത് കൊണ്ടുമാണ് സാധാരണക്കാർക്ക് വേണ്ടി കെയർ കിട്ടാൻ വേണ്ടി ഇങ്ങനൊരു ജോലി അവർ ഒരുപാട് പുറത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ദുബായിലായാലും ഈ ലെവൽ 3 എന്നൊക്കെ പറഞ്ഞുള്ള കോഴ്സുകൾ നമുക്ക് കിട്ടും. നമുക്ക് ദുബായിൽ തന്നെ പഠിക്കാൻ പറ്റും. 3 മാസത്തെ കോഴ്സ്, 6 മാസത്തെ കോഴ്സൊക്കെ. അത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ നമ്മൾ നഴ്സിംഗ് കെയർ ഹോംസ് ഉണ്ട് അല്ലെങ്കിൽ നഴ്സിംഗ് കെയർ കൊടുക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റും. അങ്ങനത്തെ സംഭവം പറ്റും. അതിനും പറഞ്ഞ പോലെ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലിപ്പോൾ വയസ്സായ ഒരാളുടെ വീട്ടിലാണെങ്കിൽ നമുക്കൊരു എല്ലാവരും ജോലിക്ക് പോകുന്നൊരു വീട്ടിലാണെങ്കിൽ ഒരു സെർവൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഒരു കെയർ കൊടുക്കുന്ന ഒരു ചേച്ചി നമുക്ക് ആരെങ്കിലും ഉണ്ടാവും നമ്മുടെ വീട്ടിൽ വയസ്സായവരുണ്ടെങ്കിൽ. ആ ഒരു രീതിയിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ ജോലികൾ ഇനി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രേ പറ്റുള്ളൂ. അല്ലാതെ കാണുന്ന DHA MOH എഴുതാൻ പറ്റുന്ന കോഴ്സുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പാരാമെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം ഉള്ളതായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി ഇപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത 1 വർഷത്തോളം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ സംശയങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കുറേ ഡൗട്ടുകൾക്കുമാണ് ഉത്തരം തരാൻ ശ്രമിച്ചത്. അപ്പോൾ എപ്പോഴും കോഴ്സ് ചേരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, അന്വേഷിക്കുക, നന്നായി നോക്കി ഇതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം കിട്ടും ഭാവിയിൽ നോക്കിയിട്ട് മാത്രം ചേരുക. ചേർന്ന ശേഷം പഠിച്ച ശേഷം പൈസ പോയി, എൻ്റെ സമയം പോയി, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യം വരരുത്. അതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക.
അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റി കാര്യങ്ങൾ അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ കൺസൾട്ടൻറ്റോ ഏജൻറ്റോ ഒന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ കാണാം. നമസ്കാരം.